ഹലോ, വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാമിലി ആയിട്ട് ഒന്ന് ഔട്ടിംഗ് ആണ്. ചെറിയ ഷോപ്പിങ്, പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോസാണിത്. അപ്പോൾ ഞാനും ജിയക്കുട്ടിയും മാടിച്ചാച്ചയും കൂടെയാണ് പോകുന്നത്. അപ്പം നമ്മൾ മെട്രോയ്ക്കാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷനിലെത്തി. ഇത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റ് 90 സെൻറ്റിമീറ്ററിന് മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. ഏതായാലും നമ്മുടെ ജിയക്കുട്ടിക്ക് അതിന് മേലെ ഉള്ളത് കൊണ്ട് ടിക്കറ്റ് എടുക്കണം. അപ്പം ഞാൻ എൻ്റെ കുട്ടി ബാഗൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്തു. മാടിച്ചാച്ച ആപ്പ് വഴിയാണ് ടിക്കറ്റ് റിസർവ് ചെയ്തത്. അപ്പോൾ അത് സ്കാൻ ചെയ്യുന്ന ഭാഗമാണിത് കേട്ടോ. അപ്പം നമ്മളുടെ ഫോണിലെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടാൽ മാത്രമേ അത് ശരിക്കും സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ആ ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് ടിക്കറ്റ് ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ. നമുക്ക് പോകേണ്ട ട്രെയിൻ എത്തി. 7 മിനിറ്റ് ഇടവിട്ട് നമുക്ക് ട്രെയിൻ എസ് എൻ ജംഗ്ഷനിൽ നിന്ന് ഉണ്ട്. കഴിഞ്ഞ 17-ാം തീയതി ശനിയാഴ്ച വരെ എസ് എൻ ജംഗ്ഷൻ വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിൻ കേട്ടോ. എന്നാൽ ഈ ആഴ്ച ആയപ്പോഴത്തേക്ക് അത് ടെർമിനലിൽ വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ മെട്രോയുടെ ലാസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തൃപ്പൂണിത്തറ ടെർമിനൽ വരെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് MG റോഡിലാണ്. MG റോഡിൽ ഇറങ്ങി സെയിം നമ്മൾ ആ ഫോണിലെ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്താണ് മാടിച്ചാച്ചയും ജിയാക്കുട്ടിയും പുറത്തേക്ക് ഇറങ്ങിയത്. നമുക്ക് ഇപ്പോൾ ഡെയിലി പോകുന്നത് കൊണ്ട് മെട്രോയുടെ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ് യൂസ് ചെയ്താണ് പോയത്. അപ്പോൾ നേരെ പോയത് ജയലക്ഷ്മിയിലേക്കാണ് കേട്ടോ. ജയലക്ഷ്മിയിൽ നമുക്ക് 2-3 കോട്ടൺ ചുരിദാറൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ചുരിദാറൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് പറ്റുന്ന റേറ്റിലുള്ള കോട്ടൺ ചുരിദാറുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ പഴയ ഫാഷനാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ എപ്പോഴും നമുക്ക് കോട്ടൺ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ എന്താ പറയുക, നമ്മളുടെ ബോഡിക്ക് ഏറ്റവും നല്ലതായിരിക്കും. ഇപ്പോഴത്തെ ഈ ചൂടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറിൻ്റെ മെറ്റീരിയൽ ഇതാണ്. അപ്പോൾ പിന്നെ അജ്രക്കിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തു. അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന പോലെയുള്ള ഒരു ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. അത് എനിക്കും ജിയക്കുട്ടിക്കും ഒരുപോലെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബില്ലും ഒക്കെ പേ ചെയ്ത് ജിയക്കുട്ടി അതെല്ലാം കൂടി എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. ജിയക്കുട്ടിയും ഞാനും കൂടെയാണ് എടുത്തുകൊണ്ട് വരുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ എങ്കിൽ പോലും ഭയങ്കര വെയിറ്റാണെന്നാണ് ജിയക്കുട്ടി പറയുന്നത്. എന്ത് ചെയ്യാനാണ്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിയക്കുട്ടിക്ക് എനിക്കൊരു ചെരുപ്പൊക്കെ മേടിക്കണമായിരുന്നു. ചെരുപ്പ് കടയിൽ കയറി അതൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞാൽ തായ് കിച്ചണിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഫുഡിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ സെൻട്രൽ സ്ക്വയർ മാളിലേക്കാണ് പോയത് കേട്ടോ. പ്രത്യേകിച്ച് ഒരു സാധനവും മേടിക്കാനല്ല പോയത്, ജസ്റ്റ് വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടി. ജിയക്കുട്ടിക്ക് ഭയങ്കര ആഗ്രഹം മാളിൽ പോകണമെന്ന്. അപ്പോൾ ശരി, ഏതായാലും അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോൾ ശരി, അവിടെ നിന്ന് കയറിയാക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കയറുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കാണും. വാലന്റൈൻസ് ഡേയുടെ തീമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഈ ബാഗൊക്കെ ഉണ്ടോ, എന്ത് അടിപൊളിയല്ലേ. പല സൈസിലുള്ള ബാഗ്, വൈറ്റാണ്, വൈറ്റ് കളർ. അപ്പോൾ അതിന് വേണ്ട മറ്റ് കോസ്റ്റ്യൂംസ് എല്ലാം ആ സെയിം കളറിൽ വരുന്ന രീതിയിലാണ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഏറ്റവും ടോപ്പിലായിട്ട് പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ ജിയക്കുട്ടി അവിടെയും ഒന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഒരു 10:15 ആയപ്പം അവിടെ നിന്ന് പോകുന്നു. കാരണം ലാസ്റ്റ് ട്രെയിൻ 10:30 കേട്ടോ. അപ്പോൾ നമ്മളവിടെ വന്നിരുന്ന് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി തൃപ്പൂണിത്തറയ്ക്ക് പോരുവാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എസ് എൻ ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് നമ്മൾ ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.